19 പേര് ഒന്നിച്ച് കൂട്ടി ഇന്ന് വരെ കൊണ്ടുപോയി. അതിൽ 1-2 പേര് പോയി, 1-2 പേര് കൂടി. പ്രവർത്തനം ആരംഭിച്ച പ്രഭാതം അയൽക്കൂട്ടത്തിൽ 19 അംഗങ്ങളാണുള്ളത്. ഈ അയൽക്കൂട്ടത്തിന്റെ 19ാമത് വാർഷികം ശ്രീമതി ജോളി ജൂഡിന്റെ വസതിയിൽ 20 മാറി മാറി ആഴ്ചയിൽ അയൽക്കൂട്ടം ചേരുന്നു. യോഗം നടക്കുന്ന വീടുകളിലെ അംഗങ്ങൾ തന്നെ ബാങ്കിൽ പൈസ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. പാസ്ബുക്ക് അംഗങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നു. ആകെ 52 യോഗങ്ങൾ നടന്നിട്ടുണ്ട്. യൂണിറ്റിലെ 19 അംഗങ്ങളും പരസ്പരം എന്നുള്ള കാര്യം എനിക്കെല്ലാം അറിയാം. എന്തായാലും ഇതിന്റെ ആരംഭം ഒക്കെ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ കുടുംബശ്രീ സംവിധാനം ഈ പഞ്ചായത്തിലും സംസ്ഥാനത്തെമ്പാടും ഏറ്റവും മികച്ച രൂപത്തിലേക്ക് വളർന്നു വന്ന ഒരു കാലഘട്ടമാണ്. അതിനെല്ലാം വളർത്തിക്കൊണ്ടുവരുന്നതിലൊരു മുഖ്യമായ പങ്ക് ഇവിടെ ഇരിക്കുന്ന അതിന്റെ മുൻകാല നേതാക്കന്മാരെല്ലാം രംഗത്തേക്ക് വരുന്നതിൽ കുടുംബശ്രീ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നമ്മുടെ സഹോദരിമാരുടെ കൈവശം അത്യാവശ്യം പണം തരാൻ കഴിയുന്ന തരത്തിൽ അവർ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിയതുമായി ബന്ധപ്പെടുത്തി അവരെല്ലാം സംരംഭകരായി മാറുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായ മാറ്റം കഥകൾ പറഞ്ഞും കരളുപകുത്തും തമ്മിൽ തണലായി തള്ളണമിനിയും മുള്ളുകൾ പലതും കൊള്ളാമെന്നതു കേട്ടിടാൻ നിറയട്ടെന്നും മാനവഹൃത്തുകൾ നമ്മൾ തെളിച്ച വെളിച്ചെത്താൻ ഇനിയിപ്പോ മെമ്പർ സ്ഥാനത്ത് മാറിയാൽ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണും. അപ്പൊ ഒന്ന് ചിരിക്കുക, അതാണ് നമ്മളെ അപ്പൊ ഇങ്ങനൊരു അത്യാവശ്യം 514ഓളം കുടുംബശ്രീ ഉണ്ടായിരുന്നു. ചേച്ചി RKLS ലോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് യൂണിറ്റുകൾ വന്നുകൂടി. ലോണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. ലോൺ തീർന്നു കഴിഞ്ഞപ്പോൾ അവർ ഓൾറെഡി മാറുകയും ചെയ്യുന്നു. കാരണം കൂടിയുണ്ട്, നമ്മളുടെ ഭാരവാഹിത്വം വഹിക്കാനായിട്ട് യൂണിറ്റുകളിൽ ആളില്ല. പ്രസിഡന്റ് സെക്രട്ടറി ആകാനായിട്ട് ആളുകളില്ല. ഓരോ യൂണിറ്റ് എന്റെ വാർഡിൽ തന്നെ 17 ആകെ 8 യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് 17 യൂണിറ്റ്. കഥകൾ പറഞ്ഞും കരളുപകുത്തും തമ്മിൽ തണലായി മാറി. 12 കുടുംബശ്രീയാണ് 4ാം വാർഡിലുണ്ടായിരുന്നത്. എന്നിട്ട് CDSൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഒരു ഡയറിയിൽ എഴുതി കൊടുത്തിട്ട് അന്നത്തെ ദിവസം വീട്ടിലിരുന്ന് പേപ്പറിൽ എഴുതലാണ്. 12 പേപ്പർ എടുത്ത് വെച്ചിട്ട് 12 പേപ്പറിലും അന്ന് പറഞ്ഞ കാര്യങ്ങളതെല്ലാം എഴുതി അതാത് ADSന്റെ അംഗങ്ങളെ ചേർത്തിട്ട് നമ്മൾ അതാത് സെക്രട്ടറിക്ക് പ്രസിഡന്റിന് കൊടുക്കും. എനിക്കും അന്നും നിർബന്ധമായിരുന്നു നമ്മൾ ഈ ഓരോ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മിക്സിൽ രേഖപ്പെടുത്തും. നമുക്കറിയാം ഗ്രേഡിങ്, അതുപോലെ തന്നെ മറ്റ് ഗ്രേഡിംഗ് ഒക്കെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് മാർക്കുകൾ കിട്ടുന്നത്. അതുകൊണ്ട് അതും നിർബന്ധമായിരുന്നൊരു ഇതായിരുന്നു. അന്ന് ഫോൺ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം 2004-2004 ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം അതിന് മുമ്പ് വന്നു. ആ സമയത്തൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഉണ്ട്, 2002-2005 ആ സമയത്ത് തന്നെയുണ്ട്. അന്നൊക്കെയാണ് കർത്തേരി ബാബു നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ കുടുംബശ്രീ പ്രസ്ഥാനം നിലവിൽ വന്നത്. അതിനുശേഷം 2003. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ ഞാനെല്ലാം കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ വരുമ്പോൾ രമചേച്ചിയായിരുന്നു. അതിന് മുമ്പ് നമ്മൾ ഇവിടെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ നൽക അഴകേ ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും. പക്ഷെ ഞങ്ങളെയൊക്കെ കാലാവധി മോനം വന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ സഹകരണം എല്ലാവരും നിന്ന് കിട്ടിയിട്ടുണ്ട്. ഭാവിയിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജനകീയ പക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. അതിന് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ
അപ്പോൾ അത്തരം ഒരു നല്ല ഒരുമയോടുകൂടി എല്ലാവരും കൂട്ടായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ പ്രഭാതം യൂണിറ്റ് എന്ന് കേട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, നമ്മുടെ വീടുകളിലായാലും എവിടെയായാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ അതിനുടനെ നമ്മൾ കണ്ടെത്തുന്നത് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യും ഇല്ലേ. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ചക്കയുടെ കറി, അതേപോലെ കായ, ഞാൻ ചോദിച്ചു അച്ചിനിയാണോ എന്ന് ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, കായയുടെ തൊലിയും പിന്നെന്താ പയറുള്ള ഒരു എല്ലാം അതിഗംഭീരമായ ഭക്ഷണം. അത് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് പഞ്ചായത്തിനൊക്കെ സഹായം ലഭിച്ചിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം നടത്തുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു കൂട്ടായ്മയുണ്ട്. ഇതിൽ തന്നെ പലർക്കും പല രീതിയിലുള്ള കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ കുടുംബശ്രീക്ക് ആകെ ഒരു പോരായ്മ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു സംരംഭമില്ല. നിങ്ങൾക്ക് കൂട്ടായിട്ട് 2 പേരോ 3 പേരോ ഒന്ന് മനസ്സ് വെച്ചാല് ഒന്നും വേണ്ട, ചെറിയൊരു പലഹാരം കച്ചവടം നടത്താൻ വേറെ പ്രത്യേകിച്ച് വിടുന്നത് പോലെ തന്നെ പൊട്ടിവിടർന്ന് നിങ്ങൾ മുമ്പോട്ടേക്ക് നല്ല രീതിയിലായിട്ട് പോകുക. ഇനിയിപ്പോൾ ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സംരംഭമാണ് ഇതിന് ഏറ്റവും ഒരു അത്യാവശ്യം. ഇതിലൂടെയാണല്ലോ നമ്മളൊരു യൂണിറ്റിനെ വിലയിരുത്തുന്നത്. അപ്പോൾ റിപ്പോർട്ടൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് ഓരോ ആഴ്ചയിലും നടത്തുന്നത് എല്ലാം കൃത്യമായിട്ട്. ഇത് ഇങ്ങനെയൊക്കെ യൂണിറ്റ് പോണത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു സംരംഭം ആവശ്യമാണ്. ഈ സംരംഭം ഉണ്ടെങ്കിൽ കുടുംബശ്രീ എങ്ങനെയാണ് മെറിറ്റ് നല്ലൊരു ഉയർന്ന രീതിയിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ SVP പദ്ധതി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ കുടുംബശ്രീന്ന് ലോണും ഇതൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. നമുക്ക് ഓരോ ബാങ്കിൽ നിന്നാണെങ്കിലും ഇപ്പോൾ നല്ലൊരു 20 ലക്ഷം രൂപ വരെയൊക്കെ മാക്സിമം നമ്മുടെ ഒരു യൂണിറ്റിന് ബാങ്ക് കാര്യം കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, കൃത്യമായിട്ടൊരു തിരിച്ചടവ് നമ്മളുടെ യൂണിറ്റിൽ നിന്ന് ചെല്ലണം. താനെ വലിഞ്ഞു കേറി ദൂരത്തിൽ എങ്കോ പതുങ്ങിയല്ലോ. മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു, മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മാറിലോ എന്റെ മനസ്സിലോ മധുര മധുരമൊരു വേദന. എനിക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ, അതും ഇന്ന് കാണാത്ത രീതിയിൽ ആ കൂട്ടായ്മയുടെ രുചി ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അത് ഒത്തിരി സ്നേഹവും ബഹുമാനവും അതോടൊപ്പം തന്നെ ഇവിടെ റിപ്പോർട്ട് കാഴ്ചവെച്ച ഓരോ റിപ്പോർട്ടും ഓരോ ഡേറ്റ് വൈസ് ഇവിടെ കാഴ്ചവെച്ചു. അതൊരു കൂട്ടായ്മയാണ്. അതിലെ പിന്നാമ്പറങ്ങളിലെ ഈ വാർഡിന്റെ ADSന് ആ അച്ചടക്കത്തോടുകൂടി തന്ന നിർദ്ദേശങ്ങൾ നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകും. സ്ത്രീശക്തിയായെന്നും സ്ത്രീ സുഹൃത്തായി പ്രിയമാകുമെൻ സഖിനീ. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം ചെറുതണിയുന്നൊരു വേദികളായി സ്വപ്നങ്ങളും കിനാവുകളും ഒന്നിച്ചു നേടിടുന്ന പ്രഭാതമേ, അയൽക്കൂട്ട പ്രഭാതമേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിനില്ലാണോരേ. എല്ലാവരും പ്രസംഗിച്ച ശേഷമാണ് ചേട്ടൻ നന്ദി മോനെ, അതല്ലേടെ നല്ലത്. അവസാനം പറയുമ്പോൾ എല്ലാം കൂടി കൂട്ടി മോന് പറയാമല്ലോ, അതിനപ്പുറം വേറെ ആരുമില്ല പറയാം. അപ്പോൾ ശ്രദ്ധേയമായ പ്രസംഗം എപ്പോഴും അവസാനമായിരിക്കും. അതുകൊണ്ട് അത് നല്ലതെന്ന് എൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞത്. അതേപോലെ എന്താണെന്നറിയാം, സാധാരണക്കാരൻ്റെ കയ്യിൽ പണം എത്തിയാലേ പണത്തിൻ്റെ വിനിമയം രാജ്യത്ത് നടക്കും. കാശുകാരന് ഇപ്പോൾ നമ്മൾ 10 ലക്ഷം ചെയ്യും, നമ്മുടെ നാടിൻ്റെ പുരോഗതി വളരെയധികം സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബശ്രീയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള വളർച്ച. ഏതാണ്ട് എൻ്റെ ഒരു കണക്ക് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 26%, അതായത് 26% വെച്ചാൽ സ്ത്രീജനങ്ങളുടെ ജനസംഖ്യ അനുപാതികമായിട്ട് 26% കുടുംബശ്രീയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളാണ് കേരളത്തിൽ. കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തെന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. വെണ്ണക്കല്ല് കൊണ്ടുവന്നു വിണ്ണിലെ പൂത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വെച്ചു ചന്ദ്രകല ശില്പി. ഒരു കയ്യെഴുത്ത് മാസികയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയേറെ ഭംഗിയായിട്ട് ഈ വാർഷികം ആഘോഷിക്കണമെങ്കിൽ ഇതിന് മുന്നിൽ ചുക്കാൻ പിടിക്കാൻ ഒരാളുണ്ടാവണം അല്ലെ. അതിന് പിന്നിലാണ് നിങ്ങളെല്ലാം ഓരോരുത്തരും നിൽക്കോളും. ഇങ്ങനെയെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ ആ ഒത്തൊരുമ അത് എന്നും ഉണ്ടാവണം. ഇതേപോലെ തന്നെ ഇതാക്കി കൊണ്ടുപോകും. ആദ്യമൊക്കെ ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ കുടുംബശ്രീയുടെ ഓരോ കാര്യങ്ങൾക്ക് എല്ലുമ്പോൾ ഇങ്ങനെ പറയും, നീയൊക്കെ നാളെ എവിടെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് നീയൊക്കെ ഒന്ന് വേദിയിൽ സംസാരിച്ചു പഠിക്കുന്നു പറയും. അപ്പൊ അതുകൊണ്ട് ഇത്തിരി കൂടി ബെറ്ററായിട്ട് രമചേച്ചിയുടെ ഉണ്ട്, രാമചേച്ചിയുടെ ഉണ്ട്, പിന്നെ ദീപയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ
ഇത്. അപ്പൊ എല്ലാവിധ ആശംസകളും. പക്ഷെ ഒരു സങ്കടമുണ്ട്, അടുത്ത വർഷം ഞങ്ങള് ADS ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റൂല. എന്നാലും നിങ്ങൾ അവളുടെ തുണച്ചേർന്നും പിടഞ്ഞും ചോരപ്പുറത്തിട്ട കുഞ്ഞും അരികത്തടുത്തിത ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. സ്നേഹം നിറഞ്ഞവരെ, പ്രഭാതം കുടുംബശ്രീ ആരംഭിച്ചിട്ട് ഇന്ന് 20 വർഷം തികയാണ്. ഈ ധന്യമുഹൂർത്തത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രസിഡന്റ് സുശീല ബാബുവിനും സെക്രട്ടറി അനിത സുരേഷ് ബാബുവിനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത PM മനാഫിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നാം